മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടായിരുന്നു കുറേ നാളായി. അപ്പം ഇന്ന് രാവിലെ അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണണമെന്ന് വിചാരിച്ചതാണ്. സമയം 7:30 എണീക്കുമ്പോൾ തന്നെ വൈകി പോയി. ഞായറാഴ്ച അപ്പോൾ രാവിലെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി. പക്ഷെ നമ്മൾ പോകാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ 9:30 പള്ളിയിൽ പോകണം. പത്രം വന്നിട്ട് പത്രം നോക്കട്ടെ. എസ് ജാനകി അന്തരിച്ചു. പക്ഷെ കളി നടക്കുന്നുണ്ട്. കളി എന്തായാവോ. സത്യത്തിൽ ഒരു 6:30 എണീറ്റിട്ട് കളിയാണെന്ന് വിചാരിച്ചാൽ അവിടെ കിടന്ന് എണീറ്റപ്പോൾ ഉണ്ട് 7:30 ആയിട്ടുണ്ട്. ഫുൾ ദുരന്തം. നോക്കട്ടെ, ജയിച്ചിട്ടുണ്ടാവണം. നെങ്ങുന്നു നമ്മള് ജയിക്കാതെ പോകാൻ. അർജന്റീന അല്ലേ. മാൻ 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 1-0 ഗ്രേറ്റ്. കളിക്കാർ കൂടിക്കൊണ്ടിരിക്കണ, ആൾക്കാരൊക്കെ കൂടിക്കൊണ്ടിരിക്കണേ. ഇതാ എടി ഇളൊക്കെ എണീറ്റെന്നുള്ളൂ. അമ്മ ഒരു ഹായ്, ഒരു ഹായിടാ. എന്നാടി ഗമ്യൊന്നു കോളല്ല എത്തിക്കാ. എല്ലാരും എണീറ്റ് വന്നോണ്ടിരിക്കട്ടെ. വാ 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 വാ. എന്നാടാ ഇത് നാളെ വന്നോളൂ എനിക്ക് രാവിലെ തന്നെ. ഗോൾ പോയി. ഇപ്പൊ കയറും വിചാരിച്ചത് ഗോള്. പക്ഷെ ആ ഗോള് കയറിയില്ല. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിച്ചില്ല. നമ്മൾ പള്ളിയിൽ പോകാനുള്ളതാണ്. രാവിലെ തന്നെ ഫുഡും ഒരുങ്ങിക്കൊണ്ട് എല്ലാരും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുള്ളൂ. ടി വി ഓഫ് ആക്കല്ലേ, കളി നടന്നോണ്ടിരിക്കുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് കിട്ടൂലടാ. ഇതില് ലാസ്റ്റ് ഗോളാണ്. ഗോൾ 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 ഗോൾ. സെമിഫൈനൽ നമ്മക്ക് എന്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചോ. പൈസ കണ്ട് കളി 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 കളി. അന്വേഷിച്ച് 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 ഓ എന്റെ മോനെ ഏതാടാ ഗോള്. ഓ ഓ പൊളി 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 പൊളി. വേറെ ലെവൽ കേട്ടോ. ഇനി പെനാൾട്ടി ഇല്ല, ഇങ്ങനെ കഴിഞ്ഞായിരുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഇനിയിപ്പോ നമ്മൾ ജയിക്കായിരിക്കും പ്രതീക്ഷിക്കുന്നു. പള്ളി പോകാനുള്ള പരിപാടി, പള്ളി പോകാനുള്ള പരിപാടി കേട്ടോ. അല്ലെ പോവല്ലേ? കൂട്ടത്തിലെ മൊഞ്ചത്തി ഫ്രീക്കിലാണ് ഇറങ്ങുന്നത്. ഇത് എന്നതടി? ഇതൊന്നും വേണ്ട റാഹേലെ. ഇത് എന്നതൊക്കെ അടിയിട്ട്. ഓക്കെ, കൂട്ടത്തിലെ മൊഞ്ചത്തി അവള് നല്ല സെറ്റപ്പിലാണ് വരുന്നത്. എസയ്ക്ക് വന്ന് കൂട്ടത്തിലെ അടുത്ത മൊഞ്ചൻ ലുക്കിലാണല്ലോ എസയ്ക്ക. ഒരുത്തി ഇറങ്ങിയിട്ടില്ല. ബാക്കി 2 എണ്ണം കൂടി ഇനി ഇറങ്ങാണ്ട്. അത് വന്നോണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഇനി പള്ളിയിൽ പോയി നോക്കട്ടെ കേട്ടോ. ഇത്ര നമ്മുടെ വണ്ടിന്റെ മുകളിൽ ഇത്ര സാധനങ്ങളൊക്കെ. നമ്മളൊന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന വിചാരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ. മോശമായില്ലടാ. നമുക്ക് മാറ്റാട്ടോ. ഏതൊക്കെ പിടിച്ചോ, ഫോൺ പിടിച്ചോ. എങ്ങനെ പിടിക്കുക? മുകളിലേക്ക് നോക്കിക്കേ. പാത്രം കാണിച്ചേ. നീയാണ് ഇനി എന്റെ ഒഫീഷ്യൽ ക്യാമറ. നീ ഞാൻ ക്യാമറ ആക്കിയടാ. ഇതൊക്കെയാ നീ കൊള്ളാലടാ. ഓ കിട്ടുന്നുണ്ടോടാ എസയ്ക്ക? ശരിക്കണോ? എസയ്ക്ക് ആദ്യമായിട്ടെ ക്യാമറ ഒക്കെ എടുക്കണേ. ഒന്നും പിടിച്ച് നെക്കണ്ട. എന്നെ പാപ്പനെ കിട്ടിയാ മതി. പാപ്പന് ഇതൊക്കെ കിട്ടിയാ മതി കേട്ടോടാ. നിന്നെ ഞാൻ എന്റെ ഇനി നമുക്ക് ഓട്ടപ്പള്ളി പോകാനുള്ള നോക്കാം. എടാ എന്റെ ഒഫീഷ്യൽ ക്യാമറമാനാ. എടാ എന്റെ ഒഫീഷ്യൽ ബുബുവിനെ എടുത്തോ. ബുബുവിനെ എടുക്കുന്നില്ല നീ? കാരണം പോന്നടാ എന്റെ മോൻ. ചെരുപ്പ് എവിടെ? അല്ല അത് കുഴപ്പമില്ല, അവള് അവിടെ നിന്നോട്ടെ. നീ എന്നാ പാപ്പന് വരൂ ഫോൺ. ഓക്കെ ഗുഡ്. മെസ്സി അടിച്ചില്ലടാ. മെസ്സി അടിച്ചില്ലേ ഗോള്? നമ്മളെ പള്ളി പോവുള്ള ഇവക്ക് റൊണാൾഡോ ഫാനാണ്. എന്നാലും നമ്മള് മെസ്സിന്റെ ആൾക്കാരാണോ. മെസ്സിയാണ് അടിച്ചത്. ഓ ഇതാ പള്ളി പോട്ടെ. ബാ 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 ഇതാ ഗോൾ. ബാ 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 പള്ളി പോ പള്ളി പോ. എസയ്ക്ക് വന്ന് 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 പള്ളി പോ പള്ളി പോവാ. വാ വാ വാ. എടി പക്ഷെ മെസ്സി വീണ്ടും ഗോൾ അടിച്ചേ.
മെസ്സി ഗോൾ അടിച്ച പിന്നെ നമ്മള് പിന്നെയും കാണണ്ടേ? വാ പോവാ വാട ഗബ്രി. അപ്പൊ നമ്മള് കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. പക്ഷെ നേരത്തെ മെസ്സി അല്ല കേട്ടോ ഗോൾ അടിച്ചത്. പക്ഷെ അർജന്റീന ജയിച്ചു 3-0 3-1. അപ്പൊ നമ്മൾ തിരിച്ച ആമസോണിൽ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. എന്താ എന്താ റാഹു? ഇതെന്നാടി കളറിംഗ് ബുക്ക്. നോക്കട്ടെ, നിനക്ക് കളറിംഗ് ബുക്കോ? നോക്കട്ടെ. ഓ ഇത് അതാ റാഹു ഒന്ന് ഇരിക്കുക. അപ്പതിന്റെ കൂടെ ഇരുന്നോ. അപ്പതിന്റെ കൂടെ ഇരുന്നിട്ടാ എന്താ നോക്കിക്ക. കളറിംഗ് ബുക്കോ? ഇതെന്നതാ? ഇതെന്താ നൈറ്റ് ഡ്രസ്സാ? ഓ ഉപ്പ അല്ല, ഇത് നൈറ്റ് ഡ്രസ്. മാച്ചാ മാച്ച്. എന്താണ് ഇതിന് പേര് പറയാ? കോഡിങ്ങോ? അല്ല എന്താ? കോഡ് സെറ്റ്. അപ്പൊ നമ്മുടെ 2-3 പിള്ളേരെ നമ്മൾ പള്ളിയിൽ ഇരുത്തിയിരിക്കുകയാണ്. 2 പിള്ളേർ കേട്ടോ. അപ്പൊ റാവു ആണോ വരയ്ക്കാൻ പോകുന്നത്? വാ മിക്കു വന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഹേലിനെ ഉറക്കുന്നു. നീ ഇവളെ ഉറക്കണം. പിന്നെ നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ എസയ്ക്കും ബുബുവും വരും. പിന്നെ അവിടെ ഒരുത്തുണ്ടാവും. തുണിയില്ലാത്തതുകൊണ്ട് അവനെ ഞാൻ കാണിക്കുന്നില്ല. അവനെ കുറച്ച് കണ്ട് കാണിക്കാം. നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിള്ളേരെ കളിപ്പിച്ചും പിള്ളേരെ ഉറക്കിയൊക്കെ തീരും. അല്ലേ? ഇനി നിന്നെ അപ്പായി കുളിപ്പിച്ച് ഉറക്കട്ടോ. വാ. മൈക്ക് എടുക്കുന്നു ഗമ്മു. ഇല്ല പാപ്പ കരയാൻ പറഞ്ഞ അല്ലടാ ഗമ്മുക്കുട്ടാ. മുത്തല്ലടാ നീ. ഇതാണ് ഞങ്ങളുടെ ഗബ്രി. ഗബ്രു ഉറങ്ങിയിട്ടൊക്കെ വന്നതാട്ടോ രാവിലെ. ഇനിയിപ്പോ ഗമ്മു അല്ലടാ ഗമ്മു. മൈക്ക് ആട്ടി തരണോ? തൽക്കാലം ഞാൻ ആട്ടി തരാം. ഉറങ്ങുമില്ലേക്ക്. നീ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അപ്പക്ക് വേറെ പരിപാടിയാണ്. ചിരിക്കുകയാണ് നീ. മര്യാദ ഉറങ്ങടി. നമ്മളിത് അവക്കാടോ ഡേ ഇൻ മൈ ലൈഫിൽ അവക്കാടോ ആണ് നമ്മൾ അടുത്തതായിട്ട് കഴിക്കാൻ പോകുന്നത്. അല്ലേ നെച്ചി? അവക്കാടോ ജ്യൂസ് എന്നുവെച്ച് കൊള്ളാല്ലേ? നമുക്ക് ഇപ്പൊ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാം. അവിടെ ഇത് കൊടുത്തോണ്ടിരിക്കും. അവിടെ ഗമ്മി എന്തിയെ? ഗമ്മി ഗമ്മി ഇവിടെ ഉണ്ട്. വാ അമ്മ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി. ബിരിയാണി അല്ല, നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നെയ്ച്ചോറല്ലേ? നമ്മുടെ നെയ്ച്ചോറുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാതെ അതിനിടയ്ക്ക് നമ്മുടെ അവക്കാടോ സെറ്റ് ആയിട്ടുണ്ട്. വേണോ? കൊള്ളാലോ. നമ്മുടെ 2 പിള്ളേരെ നമ്മള് വേദപാഠത്തിന് ചേർത്തിട്ടുണ്ടല്ലോ പള്ളിയില്. അപ്പൊ അവരെ കൊടുക്കാനായിട്ട് അവര് വേദപാഠമൊക്കെ കഴിഞ്ഞ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇനി അവരെയും പിക്ക് ചെയ്ത് നേരെ പോരാ. വരുന്നുണ്ട്. എന്നാടാ ഇത്തരം കളിയാ? ബുബു എവിടെ? ബുബുവിനെ കാണുന്നില്ലല്ലോ. ബുബുവിനെ കണ്ടു. അടുത്ത് വേദപാഠത്തിന് വല്ലതും പഠിപ്പിച്ചോടാ? എന്ത് പഠിപ്പിച്ചേ? ഈശോന്റെ നിന്നെ അതന്നെയല്ലേ ഇവര് 2 പേരും പിന്നെ ഒരുമിച്ചാണ്. ഈശോന്റെ ദൈവം എന്റെ രക്ഷകൻ. ഇന്നതാണോ പഠിപ്പിച്ചേ? എന്റെ മോനെ പൊളിയായില്ലേ. പിന്നെ വേറെ പാട്ട് വല്ലതും പഠിപ്പിച്ചോ? പാട്ടൊക്കെ പഠിപ്പിച്ചോ? പൊളിയില്ലേ സഖ്യ? ചോറിനല്ലേ? നമ്മൾ അവസാനം നമ്മൾ ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയിലാണ്. നെയ്ച്ചോറ് അല്ലേ? എസക്ക് വേണ്ടടാ? കഴിക്കടാ. നമുക്ക് വേറൊരു വീഡിയോ എടുക്കാനുള്ളതാ. എടാ എസക്ക് കഴിക്കും. ഭക്ഷണം കഴിക്കുന്നില്ലേ? നീ കഴിച്ചു നോക്കി. നിനക്ക് ഇഷ്ടപ്പെട്ടോ? രാഹുലിന് ഇഷ്ടപ്പെട്ടോ? റാഹേല് ഇഷ്ടപ്പെട്ടോ? മതിയോ? എടാ നീ ഇത് അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിച്ചോ? അതിന് സങ്കടമായടാ.
ഇല്ല അണ്ടിപ്പരിപ്പ് വന്നിട്ടുണ്ട് അത് കഴിച്ചോ എടാ സെക്കിയ അണ്ടിപ്പരിപ്പ് കഴിച്ചോ എസക്കി കൈ ഇടല്ല അതില് എടാ അണ്ടിപ്പരിപ്പ് കൂട്ടല്ല ഇല്ല അണ്ടിപ്പരിപ്പ് തരൂ കേട്ടോ ഇവിടെ ഞാൻ നമ്മുടെ ഡേ ഇൻ ലൈഫ് എനിക്ക് തോന്നുന്നു ഫുള്ള് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാക്കി മെയിലൊന്നും നമ്മള് എവിടെ റബേക്ക റാഹിലോട് പോയി എന്തോ എടുത്തോണ്ട് വരാന്ന് രണ്ട് പിള്ളേർ നമ്മൾ തുടങ്ങിട്ടോ ആക്ച്വലി. ഇനിയിപ്പോ ബാക്കി 2-3 പേരുണ്ട്. എസക്കിയ നമ്മള് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാ അല്ലേ? അല്ലടാ ഇപ്പൊ മെസ്സിനെ മുന്നേ വലിയ താല്പര്യമില്ല. എസക്കി പക്ഷെ സൂ കാണിക്കില്ല. സൂ എങ്ങനെ ഓടി വന്നിട്ട് എങ്ങനെ എസക്കി സൂ കാണിക്കുക? എത്ര പേർക്ക് നാളെ വന്നോളാ. നീ സൂ കാണിക്കോ റാവു? റാവു സൂ കാണിക്കത്തില്ല. എസു കാണിക്കുന്ന പോലെ എസു ഒന്ന് കാണിച്ചെടുത്തേ. റാവു കാണിച്ചേ. റാവു അതേപോലെ കാണിച്ചേ. ചേട്ടായി ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. മെസ്സി ഫാനാണ്. റാവു കാറിൽ പോണോ? കാറിൽ പോണ്ട, നമുക്ക് വാ നമുക്ക് മംഗൂസ്റ്റിൻ പറിക്കാം. നമ്മുടെ പറമ്പില് കുറച്ച് മംഗൂസ്റ്റിൻ ഉണ്ടെന്ന് തോന്നുന്നു. കൊറേ ആയി നമ്മള് പോയിട്ട്. വാ കാറിലല്ല വാ എല്ലാരും വാ. മംഗൂസ്റ്റിൻ ഉണ്ട് നമ്മുടെ. കൊറേ ഈ പ്രാവശ്യം വളരെ കായ് കുറവായിരുന്നു. കായ് ഇല്ലാന്ന് തന്നെ പറയാം. എടാ ഇതുണ്ടോ ചൊറിയണം, തലത്തെട്ടിട്ട് ചൊറിയണ്ട. വാ അപ്പൊ നമുക്ക് മംഗൂസ്റ്റിൻ നോക്കാം ഉണ്ടോന്ന്. ഇതേൽ ഇപ്പോഴും പച്ച തന്നെ അടുത്തൊന്നും മൂത്തിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോഴും. എസക്കിയ മോനെ നോക്കടാ, മംഗൂസ്റ്റിൻ നോക്കടാ. മംഗൂസ്റ്റിൻ ഇല്ലേ? ഉണ്ട്. ഇതാ എവിടെ? എടാ ഇതാ എവിടെ ഉണ്ടോ മൊത്തം? എടാ ഇതൊക്കെ കേടാടാ. ഇതൊക്കെ വാടി പോവാന്ന് തോന്നുന്നു. എവിടെ? ഇത് ഇല്ലടി, ഇതൊക്കെ പച്ചയാ. ഇത് കൊഴപ്പില്ലാന്ന് തോന്നുന്നു. ഇവിടെ കറയടാ. എസക്കിക്ക് വേണ്ടേ? കയ്പായിരിക്കും. നിനക്ക് വേണ്ടേ? ഒരു പൊട്ട് കഴിച്ചോ, അതേ നടക്കുള്ളൂ. കറയാടത് ഇത് കഴിച്ചേ. പല്ലേലും ഒട്ടുണ്ടാവും ഇല്ലടാ. കയ്പുണ്ടോടാ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെടാ. എസക്കിയ മോനെ ഇത് കണ്ടോ? ഇതൊക്കെ കേടായി പോയി. എനിക്ക് തോന്നേ മണ്ടേ നമുക്ക് ഒരെണ്ണം പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതോടെ പറഞ്ഞിട്ടുണ്ട്. വെച്ച് മാറിക്കോട്ടോ. അയ്യോ ഇതിന്റെ വീട്ടിലില്ല. മംഗൂസ് നമ്മളെ ചതിച്ചു. നമ്മള് ജാതിക്കാണോടാ നീ? അല്ല ജാതിക്കൊക്കെ ആയി വരുന്നുള്ളൂ. ആയി വരില്ല, പറിച്ച് കൊറേയൊക്കെ അതാ അവിടെ ഒരെണ്ണം വീണു. നമ്മള് പണ്ട് ഇവിടെ ഒരു ഫിലോസാന്റെ മാരുടെ, ഇത് ഫിലോസാനാണ്. ഇത് നമ്മള് വെട്ടിക്കളഞ്ഞതായിരുന്നു. ഇത് പണ്ട് ഇത് കായ ഉണ്ടായതിനു ശേഷം രസല്ലേ കാണാൻ? ഇത് കണ്ടോ ഇഷ്ടംപോലെ കായുണ്ട്. ഫിലോസാൻ ഉണ്ടായതുണ്ടോ? ഇത് നമുക്ക് തമ്മീരായിട്ടിടാം. ഇത് കണ്ടോ? ഇത് ഫുള്ള് ഇത് നമ്മളിത് ആക്ച്വലി ഇത് വലിയ മരമായതിനു ശേഷം നമ്മൾ വെട്ടിക്കളഞ്ഞതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഇല്ല കുഴപ്പമില്ല, കൊച്ചാട്ടിരുന്നോളൂ. കൊച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഫുള്ള് മച്ചിയാവും. ഇത് ഇത് നല്ല റംബൂട്ടാന്റെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉള്ള സാധനം കേട്ടോ ശരിക്കും പറഞ്ഞാല്. ഇതിന്റെ കളറ് കണ്ടോ? പക്ഷെ കണ്ടോ ഫുള്ള് മച്ചിയായി പോവാ. എനിക്കൊന്ന് ഇനിയിപ്പോ ഞാൻ പിന്നെ വേറെ ആൾ എന്നോട് പറഞ്ഞത് 5 വർഷം കഴിഞ്ഞ് ജാതിക്ക പറിക്കുന്നോ? ഇതിന്റെ ഉള്ളിൽ കണ്ടോ? പക്ഷെ ഞങ്ങൾ കുടിക്കണേ പാപ്പം പൊട്ടിച്ചരാം ഉണ്ടോ? നമ്മളപ്പോ സ്വന്തമായിട്ട് നമുക്ക് ഫിലോസാനും മംഗൂസിനും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ജാതിയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പറമ്പില് ഫുള്ള്. നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലം ഇങ്ങനെ ജാതി ആയിട്ട് വെച്ചിരിക്കും. ഇതൊക്കെ ബഡ് ജാതി ആട്ടോ ഇതൊക്കെ വരുന്നത്. ഈ ജാതിയൊക്കെ ബഡാ. പിന്നെ കുറെ അതൊക്കെ നല്ല ജാതി ഐറ്റം തന്നെ. ജാതി ശരിക്കും ചൊറിയുന്നുണ്ടോ? കൊതു കടിക്കുന്നുണ്ടോ മുത്തിനെ? എന്നാ ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള പിന്നെ ഇവിടെ അവിടെ ജാതിക്ക വിണ്ടതുണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഹോയ് ഹോയ്. ഇതൊക്കെ ബഡ് ജാതിയാട്ടോ. ഇതൊക്കെ പക്ഷെ ചെറിയ ഇതാണ്. എന്തൊക്കെയാ വിൽക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വിൽക്കാൻ ഇല്ലേ? വിൽക്കാനൊക്കെ പറ്റും. പറ്റൂല്ലേ? ആ വിറ്റിട്ട് എന്താ കിട്ടുക? പൈസ. അതെന്തിനാ? വിറ്റിട്ട് നമ്മൾ എന്തിനാ യൂസ് ചെയ്യാ? വില മേടിക്കാൻ. എന്ത് നമ്മള് എന്താണ് എസിക്ക വാങ്ങ. ഞാൻ നിനക്ക് തിന്നാൻ തന്നേടാ അതെ. അത് തിന്നാന്ന് പറ്റും. ആ റാഹിലിന്റെ പാട്ടുമുണ്ട് എല്ലാം ഉണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? ജാതിക്ക് ഇഷ്ടപ്പെട്ടില്ല? നല്ലതല്ലടാ. എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കൊള്ളാണോ? കൊടുക്കുന്നേ ഇതോ? അതെന്താ എന്താ അച്ചാച്ചനെ കൊടുക്കുന്നേ കുഞ്ഞ്? ആ അത് രണ്ടും അച്ചാച്ചനുള്ളതാ? ഓക്കെ. വേണ്ട അമ്മമ്മക്ക് കൊടുക്കാം. കൊടുത്തിട്ട് പോരെ. നമുക്ക് പോവാം. ഇൻ മൈ ലൈഫ് ഇനിയിപ്പോ നമുക്കൊരു കല്യാണം കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ നല്ല തിരക്കായി കല്യാണത്തലേന്നൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല ബിസി ആയിരിക്കും എല്ലാരും. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ നമ്മൾ ഇന്ന് അധികം ഒന്നും നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെ കുറെ സമയം പിള്ളേരുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. തോന്നുന്നു ചക്കര് ബാക്കി എല്ലാരും ഉറങ്ങി. കുറെ എണ്ണം അവിടെ നടക്കുന്നുണ്ട്. കല്യാണത്തിന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. നൈസായി സ്കൂട്ടാവാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരു ബൈ പറഞ്ഞേക്കുന്നത്. ബൈ അല്ല ബൈ.